വാഹനത്തിന് എയർ ബാഗ് പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ലഭ്യമായ വിവരമാണ്. അതേസമയം തന്നെ ഈ വാഹനം KL3W എന്നുള്ളതാണ്. അത് 2015 രജിസ്ട്രേഷൻ അതിനോടടുത്താണ്. ആ ഘട്ടത്തിൽ വാഹനങ്ങൾക്ക് എയർ ബാഗുകൾ നിർബന്ധമാക്കിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാൻ കഴിയുമോ? വാഹനം 2013 മോഡലാണ്. അപ്പോൾ ഈ വാഹനത്തിൽ നിർമ്മാണ സമയത്ത് തന്നെ എയർ ബാഗുകൾ നിർമ്മിച്ചിരുന്നോ എന്നുള്ളത് വിശദമായി നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രാഥമികമായിട്ട് 2013 വണ്ടിയാണ്. മാരുതിയുടെ കമ്പനിയിലെ മാരുതി സ്വിഫ്റ്റ് ഡിസയറാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വാഹനത്തിൽ നിർമ്മാണ സമയത്ത് തന്നെ എയർ ബാഗ് ഉണ്ടായിരുന്നില്ലെന്ന് പറയാൻ പറ്റുകയുള്ളൂ. പ്രഥമമായി നമ്മൾ മനസ്സിലാക്കുന്ന അപകട കാരണം ഡ്രൈവറുടെ ഉറങ്ങിപ്പോയിട്ടുള്ളവനാണ് സാധ്യത. വാഹനത്തിൻ്റെ അപകട സ്പോട്ട് പരിശോധിച്ചതിൽ എതിർദിശയിൽ വന്ന വാഹനത്തിൽ ചെന്നിടിക്കുകയാണെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. വാഹനം ഉള്ളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അത് ഇടിയുടെ ആഘാതത്തിൽ അങ്ങനെയാണ്. വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ്. വേഗവും അതിനൊരു കാരണമായിട്ടുണ്ടായേക്കാം. വേഗത തീർച്ചയായിട്ടും കാരണമായിട്ടുണ്ടാകാം. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ ആറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒപ്പം തന്നെ വാഹനത്തിൻ്റെ വേഗവും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാം. വാഹനത്തിൽ കാറിൻ്റെ മെയ്ഡ് എന്ന് പറയുന്നത് 2013 KL3W രജിസ്ട്രേഷനാണ്, പത്തനംതിട്ട രജിസ്ട്രേഷനാണ്. ആ സമയത്ത് വാഹനത്തിൽ ഈ 2013 കാലയളവിൽ വാഹനങ്ങളിൽ എയർ ബാഗുകൾ നിർബന്ധമാക്കിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. അത് വിശദാംശങ്ങൾ പരിശോധിച്ചെങ്കിൽ മാത്രമേ അറിയുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്.